തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. അതെ, അവർക്ക് അതായത് ആ നേതൃത്വത്തിൻ്റെ പരാജയമായിട്ട് തന്നെ വേണം അതിനെ കണക്കാക്കാൻ. ഇപ്പോൾ സമീപകാല കേരള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ അമ്പയെ പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-1 എന്ന മാർജിനിൽ തവിട് പൊടിയായി. അതെ, കഴിഞ്ഞ തവണത്തേക്ക് ആ വിജയം ആവർത്തിച്ചെന്ന് വേണം. സി പി എമ്മിൻ്റെ കാര്യം തന്നെ. തീർച്ചയായിട്ടും എം വി ഗോവിന്ദനെ പോലെ ഈ പാർട്ടിക്കാർക്ക് സൈദ്ധാന്തിക ക്ലാസ് എടുക്കുന്ന ഒരാൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നപ്പോൾ നമ്മൾ കുറേയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ വായിന്ന് വരുന്ന മുഴുവൻ അബദ്ധമാണ്. പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരാളെ ഇനിയും താങ്ങിക്കൊണ്ട് ചുമന്ന് കൊണ്ടുപോയി ഇനി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, വലിയ താമസമില്ലാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. പാർട്ടിക്ക് പല രീതിയിൽ തലവേദന. ഏറ്റവും ഒടുവിൽ വരുന്ന AI പരാമർശം പോലും പാർട്ടിയെ വെട്ടിലാക്കി. മറ്റേ അയ്യപ്പ സംഗമത്തിൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു സാമാന്യ ബുദ്ധിയുള്ളവർ അങ്ങനെ പറയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ ഇനിയും ചുമക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഗോവിന്ദന് പകരക്കാരൻ? അതായത് പ്രേം പറഞ്ഞത് ഇത്രയും CPM-നാണ് എന്നുള്ളത് പറയാതെ തന്നെ വ്യക്തമാണ്. അതെ, കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് ഒരു പാർട്ടി സെക്രട്ടറിയുടെ റോളുകൂടെയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ റോളല്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ ഉടുപ്പ് ഇതുവരെ അദ്ദേഹം മാറ്റിയിട്ടില്ല. അങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറിയെ കൂടെ അദ്ദേഹത്തിന് ചുമക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് കണ്ണൂർ ഘടകത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചോദ്യം. കണ്ണൂർ ഘടകമല്ല, സംസ്ഥാന ഘടകത്തിൽ തന്നെ. അതായത് 2026 തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പിണറായി തന്നെ മുൻകൈ എടുക്കും. അതിന് ഇവരുണ്ടാക്കാൻ പോകുന്ന ഒരു കഥ തളിപ്പറമ്പിൽ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ്. അത് ശരി. തളിപ്പറമ്പിൽ അദ്ദേഹത്തിനെ തളിപ്പറമ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കുക മാത്രമല്ല, അദ്ദേഹം ഇപ്പോഴും MLA ആണ്. അദ്ദേഹത്തിനെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന രീതിയിൽ കൊണ്ടുവരുന്ന രീതിയിലായിരിക്കും കളിക്കാൻ പോകുന്നത്. പിണറായി മിക്കവാറും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തദ്ദേശം കഴിഞ്ഞാലേ പറയാൻ പറ്റും. കാര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കുന്നുണ്ട്. മൂന്നാമതൊരു പിണറായി സർക്കാർ എന്ന് പറയുമ്പോഴും ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന അജണ്ടയായിരിക്കും ആദ്യം അവർ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം ഭരണത്തിന് പിണറായിയെ സഹായിക്കുന്ന തരത്തിലേക്ക് ഒന്നും പോകുന്നില്ല. അതായത് P. ജയരാജൻ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ ശൈലജ ടീച്ചറിനോടും കൊടുത്ത അതേ പരിഗണന കൊടുത്ത് ഒതുക്കും. അതെ, അതായത് നമ്മൾ പണ്ട് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞും കൊണ്ട് പറ്റിച്ചതുപോലെ ശൈലജ ടീച്ചറിനെ എങ്ങനെ ഒതുക്കിയോ അതുപോലെ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന കാര്യത്തിൽ പരാജയമാണ് എന്ന് ഇതിനോടകം തന്നെ പിണറായിക്കും ബോധ്യമാണ്, പാർട്ടിക്കും ബോധ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് സാധ്യതയുള്ളത്. 2026 തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് സീറ്റിൽ ഗോവിന്ദനെ മത്സരിപ്പിക്കും. ജയിക്കും. 2026 ചിത്രം CPM-ന്റെ എന്തായി തീരുമെന്ന് പിണറായിക്ക് പോലും ബോധ്യമില്ല. കാര്യം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പം നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ പൊളിറ്റിക്കലി ഉള്ള തീരുമാനങ്ങൾ, ഇപ്പോൾ NSSുമായിട്ടുള്ള അടുപ്പം, SNDP വെള്ളാപ്പള്ളിയുമായിട്ടുള്ള അടുപ്പം, അതെല്ലാം ഒരു പാർട്ടി സെക്രട്ടറി ചെയ്യുന്ന പോലെയാണ് പിണറായി വിജയൻ ചെയ്തേക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ല, ഈ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ആ വേർതിരിവ് രണ്ടും രണ്ട് ധ്രുവങ്ങളായിട്ട് നിന്ന് പാർട്ടിയെ നയിക്കുന്ന ആ ഒരു സങ്കല്പം അത് പിണറായി VS അതിനോട് കഴിഞ്ഞല്ലോ. പിണറായി മുഖ്യമന്ത്രി ആയതോടുകൂടി അത് കഴിഞ്ഞല്ലോ. നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, കോൺഗ്രസ് പോലെ അല്ല CPM എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിക്കാണ് പവർ. അതെ, പാർട്ടി സെക്രട്ടറിയാണ് ഭരണത്തെ നിയന്ത്രിക്കുന്ന പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ പ്രേം പറഞ്ഞ പോലെ VS അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആരായിരുന്നു പാർട്ടി സെക്രട്ടറി? പിണറായി വിജയൻ. ആഭ്യന്തര വകുപ്പ് ആര്? ഈ പറയുന്ന കോടിയേരി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ കൊണ്ടുപോയിരുന്ന ആര്? പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ ഒരു ബലമില്ലാത്ത ഒരാളായാൽ എങ്ങനെ പാർട്ടിയെ കൊണ്ടുപോകും? അത് നന്നായിട്ട് അവർക്കറിയാം. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു പൊളിറ്റിക്കലി ഒരു ടാക്ടീസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മെയ്വഴക്കം ആ ഒരു നമ്പ്യാരുകളി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അത് ഗോവിന്ദനില്ല. അത്രയും വലിയ മിടുക്കുണ്ടായിട്ടും അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തോട് അനാദരവ് കാട്ടി എന്നൊരു കാണിച്ചത് അത് ഇദ്ദേഹത്തിന്റെ സ്വാർത്ഥതയാണ്. പിണറായിയുടെ ഒരു വലം കൈ ഒടിഞ്ഞു. കോടിയേരി മരിച്ചതോടെ പാർട്ടിയിൽ പിണറായിയുടെ ഒരു വലം കൈ ഒടിഞ്ഞു. കോടിയേരി കാണിക്കുന്ന ഒരു മികവ് എന്തുകൊണ്ടും ഗോവിന്ദന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗോവിന്ദനെ മാറ്റി പിണറായിയുടെ മനസ്സിൽ, അതായത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് കോടിയേരി പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കുക എന്നുള്ളത്. അതിലേക്കാണ് ഇത് പോയത്. അല്ലെങ്കിൽ EP ആണ് പാർട്ടി സെക്രട്ടറി ആകേണ്ടത്. ഇതിപ്പോൾ EPക്ക് ഈ വരുന്ന ഈ 2 വർഷം അവസാനിക്കുന്നത് 3 വർഷത്തേക്കാണല്ലോ സെക്രട്ടറി പറഞ്ഞത്. അദ്ദേഹത്തിന്
പാർട്ടി സെക്രട്ടറി ആക്കും എന്ന ഒരു വാർത്തയാണ് കണ്ണൂർ ഘടകങ്ങളിൽ നിന്ന് നമുക്കറിയാം. അതിന് സാധ്യത തള്ളാൻ നോക്കില്ല. കാരണം മറ്റേ ഇൻഡിഗോ വിമാന സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. പിണറായി വിജയനെതിരെ പ്രതിഷേധം ഉണ്ടായപ്പോൾ തന്റെ പദവിയും ഇപ്പോഴുള്ള തന്റെ സീനിയോറിറ്റിയൊക്കെ മറികടന്ന് തല്ലാൻ ഇറങ്ങിയവനാണ്. തീർച്ചയായിട്ടും. അല്ല, അദ്ദേഹത്തിന് ഒരു പ്രത്യേക മെയ്വഴക്കമുണ്ട് ബൈ പൊളിറ്റിക്കലി സംസാരിക്കാൻ. ഇപ്പൊ നിങ്ങൾ എന്നിട്ട് ആ നിൽക്കുന്ന ആടാണെന്ന് ചോദിച്ചാൽ അത് പട്ടിയല്ലേ എന്ന് തിരിച്ചു ചോദിക്കും. ഇപ്പം പിന്നെ അദ്ദേഹത്തിന്റെ കട്ടൻ ചായയും പരിപ്പുവട എന്ന പുസ്തകം പേര് വരെയായി പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ട് കട്ടൻ ചായയും പരിപ്പുവട അല്ല പേര്, അങ്ങനെ ഒരു പേരൊക്കെ ഇടുവോ എന്ന് ചോദിച്ച EP ആണ്. ആ കഴിവ് EPക്കേ ഉള്ളൂ. അതുപോലെ അത് പിന്നെ ആ ഒരു മെയ്വഴക്കം ഉള്ളത് ആർക്കാ? കൊടിയേരിക്കാണ്. ആ ഒരു മെയ്വഴക്കം EPക്കുണ്ട്. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടതേ, കണ്ണൂര് പാർട്ടിക്ക് വേണ്ടി വെടിയുണ്ടയും കൊണ്ട് നടക്കുന്ന ആളാണ് അദ്ദേഹം. ഉണ്ടോ? അപ്പൊ അത്രയൊക്കെ ഉള്ള ഒരാള് പാർട്ടി സെക്രട്ടറി ആയില്ലെങ്കിൽ അയാൾ ചങ്കടിച്ച് ചത്തുപോയില്ലേ. കാര്യം എന്ന് വെച്ചാൽ ഗോവിന്ദനെ പോലെ ഒരാൾ ജൂനിയറാണ്, എത്രയോ ജൂനിയറാണ് പാർട്ടിയിൽ. അങ്ങനെ ഒരാള് ആവുമ്പോഴത്തേക്ക് EP-ക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ EP ജയരാജനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹം സമീപകാലത്ത് കയറിയിറങ്ങിയ വിവാദങ്ങൾ അത് ഒരു കടമ്പയാവില്ലേ? അല്ല, EP പാർട്ടി സെക്രട്ടറി ആയി കഴിയുമ്പോൾ പിണറായി കൂടുതൽ ശക്തനാവും. ഈ ഭരണത്തിൽ ഇനിയിപ്പോൾ 8 മാസമേ ഉള്ളൂ. ഒരു വേള 2026 എന്തെങ്കിലുമൊക്കെ എന്തായാലും ഭരണം നഷ്ടപ്പെട്ട് കഴിയുമ്പം നവീൻ ബാബുവിൻ്റെ കേസ് തുടങ്ങിയിട്ട് പാർട്ടിക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ള പല സാധനങ്ങളും, ഇപ്പോൾ തിരുവഞ്ചൂരിനെ പോലെ ഒരു ആഭ്യന്തരമന്ത്രിയൊക്കെയാണ് വരണം എന്നുണ്ടെങ്കിലേ പാർട്ടിയെ പൂട്ടാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഗോവിന്ദനെ കൊണ്ട് പറ്റില്ല. ബൈ പൊളിറ്റിക്കലി പിണറായിക്ക് ഒരു താങ്ങായിരിക്കും EP വന്നു കഴിഞ്ഞാൽ എന്ന് പിണറായി ഇപ്പോഴേ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ പാർട്ടി അംഗങ്ങളെ മെരുക്കി കൊണ്ടുപോകാൻ. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ഈ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് MV ഗോവിന്ദൻ വരുന്നതിന് മുമ്പ് നോമിനേറ്റഡ് സെക്രട്ടറിയായി അദ്ദേഹം ഇരുന്ന സമയത്ത് കൊല്ലം ജില്ലയിൽ പാർട്ടി സമ്മേളനം നടന്ന്, ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനം ഓർമ്മയുണ്ടല്ലോ, കൊല്ലത്തും കരുനാപ്പള്ളിയിലും പാർട്ടി അംഗങ്ങളെ ഗേറ്റിനകത്തിട്ട് പൂട്ടിയിട്ട് പാർട്ടി പ്രതിനിധികൾ പുറത്തു വന്നു. അവിടെ അഡ്ഹോ കമ്മിറ്റിയാണ് എവിടെ? കരുനാപ്പള്ളിയിൽ. സൂസൻ കോടിയും വസന്തനും തമ്മിൽ പ്രശ്നമാണ്. അതുപോലെ പാലക്കാട് പാർട്ടിയിൽ വിഷയങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊന്നും ഇതുണ്ടാക്കാൻ അറുതി വരുത്താൻ ഗോവിന്ദൻ പരാജയമാണ്. ഒരു പാർട്ടി സെക്രട്ടറി ഇങ്ങനെ അല്ല. ഇപ്പൊ NSSുമായിട്ടുണ്ടായിരിക്കുന്ന ഉടമ്പടി ആയിരുന്നാലും അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുള്ള ഒരാൾ EP-ആണ്. EP-ക്ക് അതിന് കഴിയുള്ളൂ. EP-ക്ക് സുമാരൻ നേരം മുമ്പേ പോയി ആ ഒരു ഇതോടെ ഇരിക്കാൻ പറ്റുള്ളൂ. ആ ഇരിപ്പിനൊരു ഇത് വരണമെങ്കിൽ EP തന്നെ വരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പദവികളെല്ലാം കണ്ണൂരിന് തന്നെ. തീർച്ചയായിട്ടും. ഒരേ ഒരു തവണ എങ്ങാണ്ടല്ലേ നമ്മുടെ VS പാർട്ടി സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ടോ? ഈ VS വന്നിട്ടുണ്ട്. പണ്ട് ആരോ പറഞ്ഞ ഒരു തമാശ, ഒരു നേരം പോക്ക് എന്നതിനപ്പുറം അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട്. CPM-നെ സംബന്ധിച്ച് അവരുടെ കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂരുള്ള കുറച്ച് നേതാക്കൾ ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിൽ പോയ കേന്ദ്ര കമ്മിറ്റി, അവര് കണ്ണൂരുള്ളവര് നേരെ തിരുവനന്തപുരത്ത് വന്നാൽ അത് സംസ്ഥാന കമ്മിറ്റി, അത് കണ്ണൂരിലോട്ട് വന്നാൽ അത് ജില്ലാ കമ്മിറ്റി. തീർച്ചയായിട്ടും ഇതിനപ്പുറം ഇല്ല. അതായത് CPM ഇപ്പോൾ വല്ലാതെ ഭയപ്പെടുന്നത് ഒരു വേള ഭരണം നഷ്ടപ്പെട്ടു പോകുന്നു. പാർട്ടി അംഗങ്ങളൊക്കെ തന്നെ അസ്വസ്ഥരാണ്. ഈ വരുന്ന തദ്ദേശ ഇലക്ഷൻ്റെ റിസൾട്ട് കൂടെ കാത്തിരിക്കും. അതുവരെ ഉണ്ടാവുകയുള്ളൂ. പാർട്ടി സെക്രട്ടറിയായി ഗോവിന്ദനെ മാറ്റും, EP-യെ കൊണ്ടുവരും. പിണറായി അതിൻ്റെ ചരടുവലികൾ ആരംഭിച്ചു കഴിഞ്ഞു. കാര്യം ഈ ഭരണമാകുന്ന രഥത്തിൻ്റെ കടിഞ്ഞാണ് മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ അത് കൊണ്ടുപോകാൻ ഒരു ആൾ കൂടെ വേണം. അത് നല്ല മെയ്വഴക്കമുള്ള ഒരു പാർട്ടി സെക്രട്ടറിയാണ് വേണ്ടത്. അത് EP-ക്ക് കഴിയും. EP-യെ കൊണ്ടുവരേണ്ടത് പിണറായിയുടെയും കൂടെ ആവശ്യമാണ്. പിണറായി EP-യെ കൊണ്ടുവരും താമസമില്ലാതെ. ഇത് ആദ്യമായിട്ട് നമ്മളാണ് ഇത് പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തെറിക്കും.